വടക്കൻ കിഷോർ പുള്ളിയാണ് ഇതിൽ നായകനായിട്ട് വന്നിരിക്കുന്നത്. ശ്രുതി മേനോൻ, വോഡാഫോൺ കോമഡി സ്റ്റാർ സീസൺ 1 മറ്റേ ആങ്കർ ചെയ്ത ശ്രുതി മേനോൻ ഉണ്ട്, മെറിൻ ഫിലിപ്പ് ഉണ്ട്, നമ്മുടെ സെൽവ കലേഷ് ഉണ്ട്, മീനാക്ഷി ഉണ്ണികൃഷ്ണൻ വാഴയിലൊക്കെ ഉള്ള ആക്ട്രസ് ഉണ്ട്, കൃഷ്ണശങ്കർ ഉണ്ട്. അപ്പോൾ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു സൂപ്പർ നാച്ചുറൽ മിസ്റ്ററി ഹൊറർ സിനിമ എന്നാണ് അവർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. സെൻസസ് സർട്ടിഫിക്കറ്റിൽ ഹൊറർ എന്നാണ് ജോണർ കൊടുത്തിട്ടുള്ളത്. ഇത് സത്യം പറഞ്ഞാൽ ഒരു ഹൊറർ സിനിമയാണെങ്കിലും എന്നെ സംബന്ധിച്ച് ചിരിച്ചുല്ലസിച്ച് മറിഞ്ഞൊരു സിനിമയാണ്. 2 മണിക്കൂർ താഴെയുള്ളൂ ഡ്യൂറേഷൻ, 1:50 ഉള്ളൂ. ഇത്രയും നേരം നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് ആർത്തുല്ലസിച്ച് കാണാൻ പറ്റിയൊരു സിനിമയാണ്. ചിരിച്ച് മറിയാൻ പറ്റും. ഈ ഒരു എക്സാം സീസണിൽ വലിയ സിനിമകളൊന്നും ഇല്ലെന്ന് ഇത് വിഷമിക്കേണ്ട. ഈ സിനിമയ്ക്ക് കയറിയാൽ മതി, കൗണ്ടർ അടിച്ചും ചിരിച്ച് ഉല്ലസിക്കാൻ പറ്റും. ആദ്യമായിട്ടാണ് ഒരു പ്രേതപ്പടം കണ്ടിട്ട് ഇത്രയും ആൾക്കാർ ചിരിച്ച്, ഇതിനു മുമ്പും വളിപ്പ് പടങ്ങൾ കണ്ടിട്ട് ചിരിക്കുന്നുണ്ട്, പക്ഷെ ത്രൂ ഔട്ട് ഇത്രയും പൊട്ടിച്ചിരിച്ചും കളിയാക്കിയും കണ്ട ഒരു സിനിമ ഇതാണ്. നല്ല എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ എക്സ്പീരിയൻസ് ഒരിക്കലും മറക്കത്തില്ല. കോമാളിപ്പടം, ഒന്നിനും കൊള്ളത്തില്ലാത്ത കോമാളിപ്പടം. തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു, ആദ്യത്തെ ഒരു 10-20 മിനിറ്റ് ഞാൻ വിചാരിച്ചു ഇത് ഒരു രസമുണ്ടല്ലോ, കൺസെപ്റ്റ് പടം പാളിയെന്ന് മനസ്സിലായി. കാരണം മേക്കിങ് മടുപ്പാണ്, പക്ഷേ കൺസെപ്റ്റേലും കൊള്ളാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ അതും ഒന്നുമില്ല. ഒരു 30 മിനിറ്റിന് ശേഷം ഇവർ ആദ്യം മറ്റേ ഹെൽസിൻകിയിലാണ് കഥ നടക്കുന്നത്, ഫിൻലൻഡിൽ. പിന്നെ ഇവർ കിഷോറൊക്കെ നാട്ടിൽ വന്നു കഴിയുമ്പോൾ പിന്നെ ബിഗ് ബോസ് സെറ്റപ്പ് ആവും. ബിഗ് ബോസിന് പകരം ഇതിൽ വേറൊരു റിയാലിറ്റി ഷോ ആണ്. നമ്മുടെ ലാലേട്ടന് പകരം കൃഷ്ണശങ്കറാണ് ഹോസ്റ്റായിട്ട് വരുന്നത്. പുള്ളിയാണ് ഇതിൽ ഏറ്റവും കോമാളി. 2 കോമാളികളാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. അതിൽ ഒന്ന് പുള്ളി വന്നിട്ടൊരു പാട്ടൊക്കെ പാടും, നമുക്ക് തൊലി ഉരിഞ്ഞു പോകുന്ന അവസ്ഥയാണ്. നമുക്ക് ഇത് എന്ത് കോപ്രായമാണെന്ന് ഓർത്തിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ മെയിൻ കോമാളി നമ്മുടെ കലേഷ്, നമ്മുടെ സെൽവ ഹൃദയത്തിൽ. പുള്ളി ഇതിൽ പേടിച്ചിട്ട് ഇങ്ങനെ പുള്ളി ഇങ്ങനെ നിപ്പി പുള്ളി ഇരുന്ന് പോകുന്നൊരു സീനൊക്കെ ഉണ്ട്. ചിരിയായിരുന്നു, കൂട്ടച്ചിരിയായിരുന്നു തിയേറ്ററിൽ. പുള്ളി വാ തുറന്ന അപ്പം കളിയാക്കുമായിരുന്നു തിയേറ്റർ ഫുൾ. അമ്മാതിരി ഒരു ഊള ക്യാരക്ടറും, കോട്ടയംകാരായിട്ട് വന്നിട്ട് ആ സ്ലാങ് പിടിക്കാൻ നോക്കിയിട്ട് കോട്ടയംകാർക്ക് നാണക്കേട് ഉണ്ടാകുന്ന തരത്തിലുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പുള്ളി തമിഴ്നായിട്ട് സെൽവയായിട്ട് മാത്രമേ കൊള്ളത്തുള്ളൂ. വേറൊരു പടത്തിലും പുള്ളി നന്നായിട്ട് അഭിനയിച്ച ചരിത്രമില്ല. അത്രയും മോശം സിനിമയാണിത്. ഒരു പോസിറ്റീവും ഇല്ല. ആകെ പറഞ്ഞ് അത് ഈ സിനിമയുടെ പോസിറ്റീവ് അല്ല. എനിക്കുണ്ടായൊരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല, തിരിച്ച് മറിഞ്ഞ് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ അങ്ങോട്ട് ഈ വടക്കൻ, എന്തിനാണ് ഈ പേരൊക്കെ ഇട്ടത് ചുമ്മാ. അതിലും വലിയ കോമഡി, മറ്റേ ഫോക്ക് ലോറൊക്കെ സംബന്ധിച്ച് ചുമ്മാ ചീത്തപ്പേര്, എല്ലാം ഈ ഒരു ജോണറിന് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി പുറത്തിറങ്ങിയ ഒരു സിനിമയാണ്. അല്ലെങ്കിലും ഞാൻ ഈ സിനിമയൊന്നും തിയേറ്റർ ഹിറ്റാവുന്ന രീതിയിൽ പോകുന്നതല്ല, പക്ഷേ നല്ല സിനിമയായിരിക്കും എന്നൊരു പ്രതീക്ഷ നമുക്ക് എവിടെയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ക്രൂവും റസൂൽ പൂക്കുറ്റിയൊക്കെ ഇതിൽ പാർട്ട്, എന്ത് കാര്യത്തിനാണെന്ന് എനിക്കറിയത്തില്ല. ആകത്തൊക്കെ കോമാളിത്തരങ്ങൾ കൊണ്ട് അഴിഞ്ഞാടിയൊരു സിനിമയാണ് വടക്കൻ. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 0.5/5. എന്നെ അത്രയും ചിരിപ്പിച്ചതിനും ഈ ഒരു കോർ കൺസെപ്റ്റ് നല്ലതാണെന്നൊരു 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റത്തേക്ക് തോന്നിപ്പിച്ചതിനുമാണ് ഈ 0.5 റേറ്റിംഗ്.